ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സ്ത്രീ സൈഡ് ഡരോ എന്ന കവിതയാണ്. ഈ സ്ത്രീ സൈഡ് ഡരോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ത്രീയെ ഭയപ്പെടുവിൻ, ഈ സ്ത്രീയെ പേടിക്കുവിൻ എന്നാണ്. ഈ സ്ത്രീ സൈഡ് ഡരോ കിസ്കി കവിത ഹേ? കാത്യായനിക്ക് കവിത ഹേ. ഈ സ്ത്രീ സൈഡ് ഡരോ എന്നത് ആരുടെ കവിതയാണ്? കാത്യായനിയുടെ കവിതയാണ്. കോൺ ഹേ കാത്യായനി? കാത്യായനി ആരാണ്? ഹിന്ദി സാഹിത്യക്കെ एक പ്രമുഖ ലേഖിക ഹേ. ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ് അല്ലെങ്കിൽ കവയിത്രിയാണ്. ആര്? കാത്യായനി. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് के ഗോരഖ്പൂർ में हुआ था. അവരെവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ആര് ജനിച്ചത്? കാത്യായനി ജനിച്ചത്. उसकी कविताएं हिंदी की अधिकांश पत्र पत्रिकाओं में प्रकाशित हुई है. അവരുടെ കവിതകൾ ഹിന്ദിയിലെ മെജോറിറ്റി പത്രപത്രികയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. अंग्रेजी, पंजाबी, मराठी, गुजराती भाषा में भी आपने कविता लिखी है. അവർ ഹിന്ദിയിൽ മാത്രമല്ല ഇംഗ്ലീഷ്, അതുപോലെ പഞ്ചാബി, മറാഠി, ഗുജറാത്തി തുടങ്ങിയ ഭാഷകളിലും കവിത എഴുതിയിട്ടുണ്ട്. सात भाइयों के बीच चंबा, इस पौरुषपूर्ण समय में जादू नहीं कविता आदि आपकी പ്രമുഖ കാവ്യസംഗ്രഹ ഹെ. അവരുടെ കാവ്യസംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കാവ്യസംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സാത്ത് ഭായിയോ കെ ബീച്ച് ചമ്പ, ഇസ് പൗരുഷപൂർണ്ണ സമയമേ, ജാദു നഹീം കവിത തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ കാത്യായനിയുടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് ഈ സ്ത്രീ സെ ഡരോ. ഈ സ്ത്രീ സെ ഡരോ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഭയപ്പെടുവിൻ. ഓക്കെ, അപ്പോൾ കവിതയിലേക്ക് നമുക്ക് നോക്കാം. യह സ്ത്രീ സബ് കുച്ച് ജാൻതി ഹെ. യह സ്ത്രീ സബ് കുച്ച് ജാൻതി ഹെ. അല്ലേ, കവയിത്രി പറയുന്നുണ്ട് ഈ സ്ത്രീയെ ഭയപ്പെടണം, അല്ലേ, ഭയക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അല്ലേ, എന്തുകൊണ്ടാണ് ഭയപ്പെടണം എന്ന് പറയുന്നത്? യह സ്ത്രീ സബ് കുച്ച് ജാൻതി ഹെ. ഈ സ്ത്രീ എല്ലാം അറിയുന്നുണ്ട്. पिंजरे के बारे में, जाल के बारे में, यंत्रणागृहों के बारे में. അല്ലേ, എന്തൊക്കെ കുറിച്ചാണ് അവർക്ക് അറിയുന്നത്? പിഞ്ചരക്കെ ബാരമേ. പിഞ്ചര എന്ന് പറഞ്ഞാൽ എന്താ? പിഞ്ചട അല്ലെങ്കിൽ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്. അല്ലെ, പക്ഷിക്കൂടിനെ കുറിച്ച് ആർക്കറിയാം? ഈ സ്ത്രീക്ക് അറിയാം. ഈ പക്ഷിക്കൂടിന്റെ ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് അവസ്ഥ? പക്ഷിക്കൂടിനുള്ളിൽ പക്ഷികളെ, അല്ലെ, അപ്പൊ അത് ഇവിടെ പറയുന്നതാണ് പക്ഷിക്കൂടിന്റെ ഉള്ളിൽ ബന്ധനാണ്, അതായത് എന്താണ്? സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, ദെൻ ജാൽ കെ ബാരമേ. ജാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ വല എന്ന് പറയാം. അപ്പൊ വലയെ കുറിച്ച് ഈ സ്ത്രീക്കറിയാം. ഇല്ലേ, വലയുടെ ഉള്ളിൽ അകപ്പെടുക, അല്ലെ, അകപ്പെട്ടു പോയാൽ എന്താണ് അവസ്ഥ? അവിടെ ബന്ധനം തന്നെയാണ്, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ്, യാതന തന്നെയാണ്. അല്ലെ, ദെൻ യന്ത്രണാഗൃഹം കെ ബാരമേ. യന്ത്രണാഗൃഹ മാനെ ക്യാ ഹേ? ജയില്. അല്ലെ, യന്ത്രണാഗൃഹം എന്ന് പറഞ്ഞാല് ജയില് എന്ന് പറയാം, അല്ലെങ്കിൽ തടവറ എന്ന് പറയാം. അല്ലെ, തടവറയുടെ ഉള്ളിലെ അവസ്ഥ എന്ത് തന്നെയാണ്? സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. അല്ലെ, കഷ്ടപ്പാടാണ്, വേദനയാണ്. അപ്പോൾ ये സ്ത്രീ सब कुछ जानती है, पिंजरे के बारे में, जाल के बारे में, യന്ത്രണാഗൃഹം കെ ബാരെ മേ. അല്ലെ, അപ്പൊ ഈ സ്ത്രീ എല്ലാം അറിയുന്നുണ്ട്. അല്ലെ, പക്ഷിക്കൂടിനെ കുറിച്ച് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെ, വലയെ കുറിച്ച്, നെറ്റിനെ കുറിച്ച് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. യന്ത്രണാഗൃഹം കെ ബാരെ മേ, അല്ലെ, തടവറയെ കുറിച്ച് സ്ത്രീക്ക് അറിയാമെന്ന് പറഞ്ഞു. ഉസ്സേ പൂച്ചോ പിഞ്ചരെ കെ ബാരെ മേ പൂച്ചോ. കവിത്രി കഹ്തി ഹേ ഉസ്സേ പൂച്ചോ. അല്ലെ, കവിത്രി എന്താ പറയുന്നത്? അവരോട് ചോദിക്കൂ, അവരോട് ചോദിക്കുവിൻ. എന്താണ് ചോദിക്കേണ്ടത്? പിഞ്ചരെ കെ ബാരെ മേ പൂച്ചോ. ഉസ്സേ പിഞ്ചരെ കെ ബാരെ മേ പൂച്ചിയെ. അല്ലെ, അവരോട് എന്താണ്? പക്ഷിക്കൂടിനെ കുറിച്ച് ചോദിക്കൂ. वो बताती है नीले आनंद विस्तार में उड़ने के रोमांच के बारे में. उससे पिंजरे के बारे में पूछते समय वो क्या बताती है? नीले आनंद विस्तार में उड़ने के रोमांच के बारे में बताती है. അല്ലെ, അതായത് പക്ഷിക്കൂടിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ എന്താണ് പറയുന്നത്? നീലാകാശത്തിൽ, അല്ലെ, അനന്തമായ നീലാകാശത്തിൽ പറക്കുമ്പോൾ അനുഭവപ്പെടുന്ന രോമാഞ്ചത്തെ കുറിച്ചാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. അല്ലെ,
കൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അല്ലേ എന്താണ് അവസ്ഥ? കൂട്ടിൻ്റെ ഉള്ളിൽ ബന്ധനമാണ് അവസ്ഥ, സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു അല്ലേ. എന്താ പറയുക, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് ഒരു കുടുംബം എന്താണ്? ഒരു പക്ഷിക്കൂട് പോലെയാണ് അല്ലേ. അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോവുക അല്ലെ, 4 ചുവരുകൾക്കുള്ളിൽ അല്ലേ, 4 ദീവാരോം കെ അന്തർ അല്ലെ, അതായത് 4 ചുവരുകൾക്ക് ഉള്ളിൽ അല്ലെ അകപ്പെട്ട് പോവുക. അത് കൂടെന്ന് പറഞ്ഞാലും അല്ലെ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോവുക. അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയും കഷ്ടപ്പാടും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ വേദനകളും ഒക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ പക്ഷികളെ ആ കൂടിനുള്ളിൽ അടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പക്ഷിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ് ഇല്ലേ, അതൊരു കഷ്ടപ്പാടാണ്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? നീലാകാശത്തിൽ പറന്ന് രസിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇല്ലേ. അതുപോലെ സ്ത്രീകളും ഇല്ലേ സ്വാതന്ത്ര്യമായിട്ട് ഇല്ലേ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരെ പലപ്പോഴും സമൂഹം എന്താണ് ചെയ്യുന്നത്? ഒരു കുടുംബത്തിന്റെ അകത്ത് തളച്ചിടാനാണ് ശ്രമിക്കുന്നത് അല്ലേ. കുടുംബത്തിന്റെ വിളക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ അവരെ കുടുംബത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? തളച്ചിടുകയാണ് ചെയ്യുന്നത് ഇല്ലേ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നാണ് പറയുന്നത് ഇല്ലേ. സ്വർണത്തിന്റെ കൂടാണെങ്കിലും എന്താണ് ബന്ധനം എല്ലായ്പ്പോഴും ബന്ധനം തന്നെയാണ് എന്നാണ് പറയുന്നത് ഇല്ലേ. അപ്പോൾ പക്ഷിക്കൂടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ എന്താണ് പറയുന്നത്? അതിൻ്റെ ഒരു വിചിത്രമായ ഉത്തരം, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ആര് തരുന്നത്? ഈ സ്ത്രീ തരുന്നത് ഇല്ലേ. പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ ബന്ധനവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ പക്ഷിക്കൂടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? അല്ലെ, അനന്തമായ നീലാകാശത്തിൽ വിഹരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ച്, ആ ഒരു രോമാഞ്ചത്തെക്കുറിച്ചാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. ദെൻ അടുത്ത വരി നമുക്ക് നോക്കാം. जाल के बारे में पूछने पर गहरे समुद्र में खो जाने के सपने के बारे में बातें करने लगती है. उससे जाल के बारे में पूछने पर അല്ലേ, ആ സ്ത്രീയോട് വലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലേ, വല എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ശരിക്കും ഒരു ട്രാപ്പാണ് അല്ലേ. ഒരു എന്താ പറയുക, വലയിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ചതിയിൽപ്പെടുക എന്ന് പറയാം അല്ലേ വേണമെങ്കിൽ. അപ്പോൾ ഈ വലയുടെ അകത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ളിൽ അകപ്പെട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. യാതനയിൽ പെടുകയാണ്, കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വലയ്ക്കകത്ത് അല്ലെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലെ. മീനിനെ വലയിൽ പിടിച്ചെടുക്കുമ്പോൾ മീൻ അതിനുള്ളിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കെണിയിൽ പെട്ടുപോകുമ്പോൾ അല്ലേ എന്താണ് സംഭവിക്കുന്നത്? വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്ത്രീ എന്താണ് പറയുന്നത്? गहरे समुद्र में खो जाने के सपने के बारे में बातें करने लगती है അല്ലേ. ഗഹര എന്ന് പറഞ്ഞാൽ എന്താ? ആഴത്തിലുള്ള. സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രം തന്നെയാണ്. ഖോ ജാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. സ്വപ്ന എന്ന് പറഞ്ഞാൽ ഡ്രീം, സ്വപ്നം അല്ലെ. അപ്പോൾ പറയുന്നത് എന്താണ്? ഗഹരേ സമുദ്രമേ ഖോ ജാനെ കെ സപ്നെ കെ ബാരെ മേം ബാത്തേം കർണേ ലഗത്തി ഹേ ഇല്ലേ. ആഴമുള്ള സമുദ്രത്തിൽ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ കുറിച്ച് ഇല്ലേ, സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് ഇല്ലേ. വലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമുദ്രത്തിൽ നഷ്ടപ്പെട്ട സ്വപ്നത്തെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? ഈ സ്ത്രീ സംസാരിക്കുന്നത്. ओके देन यंत्रणागृहों की बात चिढ़ते ही गाने लगती है प्यार के बारे में एक गीत. യന്ത്രണാഗൃഹ का मतलब തടവറ അല്ലെങ്കിൽ ജയിൽ എന്ന് പറയാം അല്ലേ. യന്ത്രണാഗൃഹം കി ബാത്ത് ചിടുത്തേ ഹി, ചിടന എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലേ. അപ്പൊ യന്ത്രണാഗൃഹം കി ബാത്ത് ആരംഭ കർത്തേ ഹി वो गाने लगती है प्यार के बारे में एक गीत അല്ലേ. അപ്പോൾ തടവറയെ കുറിച്ച് അല്ലെങ്കിൽ ജയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവള് എന്താ ചെയ്യുന്നത്? സ്നേഹത്തെക്കുറിച്ച് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ യന്ത്രണാഗൃഹ തടവറ അല്ലെങ്കിൽ ജയില്, അതിന്റെ അകത്തുള്ള സ്ഥിതി എന്താണ്? അതിന്റെ ഉള്ളിൽ എന്താണ്? സന്തോഷമാണോ ലഭിക്കുക തടവറയിലെ ഉള്ളിൽ നിന്ന്? അല്ല. സ്നേഹമാണോ അവിടെ ലഭിക്കുക? ഒരിക്കലുമല്ല അല്ലെ. അപ്പോൾ തടവറയിൽ അകപ്പെടുമ്പോൾ അവിടെ ലഭിക്കുക ക്രൂരമായ മർദ്ദനങ്ങളോ അല്ലെങ്കിൽ എന്താണ് പീഡനങ്ങളോ ഒക്കെ ആയിരിക്കാം അല്ലെ. അവിടെ ഒരിക്കലും സ്നേഹം ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ തടവറയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ എന്താണ് സംസാരിക്കുന്നത്? നേരെ ഓപ്പോസിറ്റായ വിചിത്രമായ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ യന്ത്രണാഗൃഹ എന്ന് ചോദിക്കുമ്പോൾ പാടുകയാണ് അല്ലെ. സ്നേഹത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ് ആര് പാടുന്നത്? ഈ സ്ത്രീ പാടുന്നത്. रहस्यमयी है इस स्त्री की उलटवासियां इन्हें समझो ഈ സ്ത്രീ സെ ഡരോ അല്ലെ. അപ്പോൾ കവയത്രി നമ്മോട് പറയാണ് എന്ത്? ഈ സ്ത്രീയുടെ ഉലട്ടുവാസിയാം. ഉലട്ടുവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലട്ടുവാസി എന്ന് പറഞ്ഞാൽ മറിച്ചു ചൊല്ലല് അല്ലെ. അപ്പം ഈ സ്ത്രീകളുടെ മറിച്ചു ചൊല്ലൽ എന്താണ്? സീക്രട്ട് ആണ്. അതായത് എന്ത് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സംസാരിക്കുക, അതാണ് ഉലട്ടുവാസിയാം അല്ലെ. അപ്പോൾ
ഈ രഹസ്യമായി ഹേ ഈ സ്ത്രീക്ക് ഉലട്ട് പാസ് ചെയ്യാം അല്ലേ. സ്ത്രീയോട് എന്ത് ചോദിച്ചാലും എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, മറച്ചുല്ലിയാണ് പറയുന്നത് അല്ലേ. അപ്പം ഇനേ സമച്ചോ ഈ സ്ത്രീ സൈഡരോ അല്ലേ, ഇവരെ മനസ്സിലാക്കൂ, ഈ സ്ത്രീയെ ഭയപ്പെടൂ എന്നാണ് ആര് പറയുന്നത്, കവയത്രി നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്, വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് അല്ലേ, ദുഃഖം നിറഞ്ഞതാണ്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം അല്ലേ. അതൊന്നും അവർ ആരോടും എന്ത് ചെയ്യുന്നില്ല, ആരോടും പറയുന്നില്ല അല്ലേ. ചോദിക്കുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ, ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളുണ്ട് എന്ന് ആരോടും സംസാരിക്കുന്നില്ല. സുഖം തന്നെയാണ് എന്നാണ് ഈ സ്ത്രീ എല്ലാവരോടും പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് ഈ കൂടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച്, അല്ല അതുപോലെ വലയൻ്റെ ഉള്ളിൽ അകപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച്, അതുപോലെ ഒരു തടവറയിൽ ഉള്ളിൽ അകപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായി അറിയാം. പക്ഷെ അവർ എന്താണ് പറയുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടില്ല, വിചിത്രമായ കാര്യമാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലേ. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, വളരെ ബുദ്ധിമതിയായത് കൊണ്ട് ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അല്ലേ. അവരുടെ വിഷമങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരെന്ത് പറയുന്നത്, എല്ലാവരോടും ഇത്രയും സന്തോഷപൂർണമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം സമൂഹമേ അല്ലെ, സമൂഹത്തോടാണ് പറയുന്നത് എന്ന് പറയാം. സമൂഹമേ, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമതിയായ അല്ലെ, ബുദ്ധിമതികളായ സ്ത്രീകളെ ഭയപ്പെടണം അല്ലേ. അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ കവിതയാണെങ്കിലും ഇതിൽ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ് കാത്യായനി ഈ കവിതയിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ മാനസികാവസ്ഥ, കുടുംബത്തിലുള്ള സ്ത്രീകളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് കൂടിയാണ് ഇതിൽ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, കവിത ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.